CPI സംസ്ഥാന സമ്മേളനത്തിന് ക്ഷണിച്ചില്ല എന്ന പരിഭവമാണ് മുതിർന്ന നേതാവ് കെ ഇസ്മായിലിനുള്ളത്. എന്നാൽ മകൻ ബിജു ഇസ്മായിലിന് ഒരു പരിഭവവുമില്ല. സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ബിജു ഇസ്മായിൽ എത്തി. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്ത ശേഷം പാർട്ടി നേതാക്കളെയും കണ്ടാണ് ബിജു ഇസ്മായിൽ മടങ്ങിയത്. CPI സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ ക്ഷണിക്കാത്തതിലെ വേദന പങ്കുവച്ചായിരുന്നു കെ ഇസ്മായിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പാർട്ടിയുടെ പ്രാഥമിക മെമ്പറായ തന്നിൽ എന്ത് കുറ്റമാണ് നേതൃത്വം കണ്ടുപിടിച്ചതെന്നായിരുന്നു അത്. മുൻവിധികളെല്ലാം മാറ്റിവെച്ച സ്വയം ചിന്തിക്കണമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യത്തെ പാർട്ടി മാനിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് എന്തും ചെയ്യാമെന്ന പാർട്ടിയോട്, പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എന്തും പറയാം, എന്തും ചെയ്യാം, വിഭാഗീയത ഉണ്ടാക്കാം, അതിന് വളം വയ്ക്കാം, ഏതോ ഒരു സേവ് ഫോറം ഉണ്ടാക്കാം. ഇതെല്ലാം അദ്ദേഹം കളിച്ച കളികളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി. അതിനൊന്നും പാർട്ടി വഴങ്ങില്ല. അത് വ്യാപകം ആർക്കും വേണ്ട. CPIക്ക് തോന്നുറപ്പാണ്, പാർട്ടിക്ക് താഴെയാണ് എല്ലാവരും. സമ്മേളന പ്രതിനിധി അല്ലെങ്കിലും കെ ഇസ്മായിലിന്റെ മകൻ ബിജു ഇസ്മായിൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ കെ ഹനീഫയുമായി ആലപ്പുഴയിലെ സമ്മേളന വേദിയിൽ അപ്രതീക്ഷിതമായി എത്തി. പാർട്ടി നേതാക്കളെ കണ്ട് കുശലാന്വേഷണം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും ബിജു ഇസ്മായിൽ കണ്ടു. കെ ഹനീഫയും ബിജു ഇസ്മായിലും പാർട്ടിക്ക് അന്യരല്ലെന്ന സെക്രട്ടറി. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പാർട്ടി തങ്ങളുടെ കുടുംബമെന്ന് ബിജു ഇസ്മായിലും. ഞങ്ങളൊരു കുടുംബമില്ല എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പോ എല്ലാ നേതാക്കളും വരും, അവരെയൊക്കെ കാണാൻ സൗഹൃദം പുതുക്കാണ് വന്നത്. പ്രതിനിധി സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇരുവരും തിരിച്ചു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെയാണ് കെ ഇസ്മായിൽ ഇപ്പോഴും ഉള്ളത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മുൻവിധികളെല്ലാം മാറ്റിവെച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനത്തിൽ കെ ഇസ്മായിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.